യെസ്, once again, വെൽക്കം. ഇതെവിടെയുണ്ട്? റെക്കോർഡിങ് ഇപ്പോഴാണ് ഓൺ ആയത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇന്ന് നമ്മുടെ സെൽഫ് അവയർനെസ് ആണ് ഇന്നത്തെ സെഷൻ, ഹാപ്പി മൺഡേ എന്നുള്ള പ്രോഗ്രാമിൽ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മളെ സെൽഫിനെ കുറിച്ച് കൂടുതൽ അവെയർ ആകാൻ വേണ്ടി ഫസ്റ്റ് നമ്മളൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളെ പറ്റിയിട്ടൊന്ന് നമ്മൾ തന്നെ റീതിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിങ്ങളൊരു ബുക്ക് എടുക്കുക, പെൻ എടുക്കുക, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, വെൽത്ത്, ഈ 4 കാറ്റഗറി എഴുതുക. നിങ്ങൾക്ക് ഈ എല്ലാ മേഖലയും കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഹെൽത്ത്, ഞാൻ ഹെൽത്തി ആണോ? എന്റെ ഹെൽത്ത് ഓക്കെ ആണോ? ഞാൻ എന്റെ ഹെൽത്തിനെ പരിഗണിക്കാതെ ഇരിക്കുന്നുണ്ടോ? അതോ പരിഗണിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാം. ഹെൽത്തിൽ എന്തെങ്കിലും വീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ എഴുതാം. എന്നിട്ട് നിങ്ങൾ ഹെൽത്തിന് ഒരു മാർക്ക് ഇടാം. 0 to 10 വേണം മാർക്ക് ഇടാൻ. നല്ല ഹെൽത്തി ആണെങ്കിൽ 9ഓ 10ഓ 8ഓ ഇടാം. 5 ഒരിക്കലും നമ്മൾ സ്കെയിൽ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ബ്രെയിന് നമ്മളെ ഒരു പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുപ്പിക്കുന്നതാണ്. 5 ന്യൂട്രലാണ്. ന്യൂട്രൽ നമ്മൾ എടുക്കാൻ പറ്റില്ല കേട്ടോ, പാടില്ല കേട്ടോ. ഹെൽത്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും കൂടെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഓക്കെ ആണോ? ഞാൻ ഹാപ്പി ആണോ? എൻ്റെ ബന്ധുക്കാരിൽ നിന്നൊക്കെ എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകളൊക്കെ എന്നെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കംഫർട്ട് ആണോ ഇതിനിടയിൽ? അതൊന്ന് ചെക്ക് ചെയ്തിട്ട് 0 to 10 നിങ്ങൾ മാർക്ക് എഴുതുക. അത് കഴിഞ്ഞിട്ട് കരിയർ, ഇപ്പൊ പഠിക്കുന്ന ഇപ്പൊ ഈ കരിയർ ഓർ എഡ്യൂക്കേഷൻ, ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖലയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ? അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും എനിക്ക് പഠിക്കണോ? ഞാൻ എടുക്കുന്ന ജോലി ഞാൻ ഓക്കെ ആണോ? ഇത് തന്നെ മതിയോ? അപ്പൊ അതിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ശേഷം വെൽത്ത്. വെൽത്ത് എന്ന് പറയുമ്പോൾ വെൽത്ത്, മണി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടോ? എനിക്ക് ആ ഭാഗം ചിന്തിക്കുമ്പോൾ ഞാൻ കോൺഫിഡന്റ് ആണോ? അതല്ല സ്ട്രഗിൾ ഉണ്ടോ? അങ്ങനെ നോക്കിയിട്ട് ഈ 4 മേഖലയിലും നിങ്ങൾ 0 to 10 ഒരു മാർക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊന്ന് പെട്ടെന്ന് ചെയ്യാം കേട്ടോ, പെട്ടെന്ന് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? കുട്ടികൾ ആരും മിണ്ടുന്നില്ലല്ലോ. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കാം, ഇതിലേതിലാണ് ബിലോ 5 ഉള്ളത്? നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക. 0 to 10 മാർക്ക് ചെയ്യുക. കൂടുതലുള്ളതിന് 10 മുതൽ കൊടുക്കാം, കുറവുള്ളത് 0യുടെ അടുത്തേക്കാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ബിലോ 5 ആയിട്ട് കൊടുക്കാം. ഏതെങ്കിലും ബിലോ 5 നിൽക്കുന്നുണ്ടോ? ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, വെൽത്ത്, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ബിലോ 5 നിൽക്കുന്നുണ്ടോ? ചെക്ക് ചെയ്യാം. ഒന്ന് ഒന്ന് ചാറ്റിൽ ഒന്ന് നിങ്ങളെ റെസ്പോണ്ട് അറിയിച്ച് ഏതെങ്കിലും ഉണ്ടോ? ഹെൽത്ത്, ഓക്കെ, വെരി ഗുഡ്. മെൽബി കണ്ടുപിടിക്കുന്നതിനാണോ കേട്ടോ വെരി ഗുഡ്. എല്ലാം ക്ലിയർ ആണോ? ഗാലക്സി, എനിക്ക് അറിയില്ല, ഗാലക്സി എന്നാണ് പേര് കിടക്കുന്നത് കേട്ടോ. റിലേഷൻ, ഓക്കെ, യെസ്. അത് കണ്ടുപിടിക്കണം. സെൽഫ് അവയർനെസ് എന്ന് വെച്ചാലേ നമ്മൾ നമ്മളെ അറിയ എന്നുള്ളതാണ് ഫസ്റ്റ്. ഓക്കെ, നമ്മൾ നമ്മളെ പറ്റിയിട്ട് അറിയാതെ ഈ എന്ത് തന്നെ പഠിച്ചിട്ടും കാര്യമില്ല. ആരിഫ, ഹെൽത്ത്, യെസ്, ഗുഡ്. ഇത് നമ്മൾ അറിയുന്ന ആ സമയം മുതൽ നമ്മളുടെ ഉള്ളിൽ കരിയർ, സലാം, ഓക്കെ, നമ്മുടെ ഉള്ളില് കുറെ കാര്യങ്ങള് നമ്മളോട് തന്നെ ചോദിച്ചു തുടങ്ങും. യെസ്, ഇപ്പൊ കുറെ പേരുടെ വരുന്നുണ്ട് കേട്ടോ. കരിയർ ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, കരിയർ ഉണ്ട്, ഹെൽത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ തന്നെ എല്ലാവർക്കും കിട്ടിയില്ലേ? കിട്ടിയെന്ന് കരുതട്ടെ, കിട്ടിയെന്ന് കരുതുന്നു. നിങ്ങൾ ആലോചിക്കാം, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ? ഹെൽത്ത്, റിലേഷൻഷിപ്പ്, വെൽത്ത് ബിലോ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത്, എന്റെ ഹെൽത്ത് ഓക്കെ അല്ല, എന്റെ റിലേഷൻഷിപ്പ് കുറച്ച് വിഷയങ്ങളുണ്ട്, എന്റെ കരിയർ ഇങ്ങനെ നിൽക്കുന്നത്, ആരാ അതിന്റെ ഉത്തരവാദി? ആരായിരിക്കും? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാവാ?
ഇപ്പോഴിവിടെ എത്തി നിൽക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ എടുത്ത തീരുമാനങ്ങളുടെയും വർഷങ്ങളായി നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങളുടെ അവസാനാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. ഇനി 2 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടോ ഉള്ള ഒരു ദിവസം ഇന്ന് മുതലാണ് തുടങ്ങുന്നത്. അവിടേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇതേപോലെ പോയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഇപ്പൊ 2027 ഓഗസ്റ്റ് 10-ാം തീയതി നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്? നിങ്ങളുടെ സെൽഫിനെ എങ്ങനെയാണ് കാണേണ്ടത്? നിങ്ങളുടെ സെൽഫ് ഹെൽത്തി ആണോ ഹെൽത്തി അല്ലേ എന്ന് ഇപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ നമ്മളെ കുറിച്ച് ഫിസിക്കലി, മെന്റലി, ഫൈനാൻഷ്യലി എല്ലാ രീതിയിലും അവെയർ ആവുക എന്നുള്ളതാണ് സെൽഫ് അവയർനെസിന്റെ ഒരു ഭാഗം. എനിക്ക് ആരോഗ്യം വേണോ? ആരോഗ്യം വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? നിങ്ങളെ പലപ്പോഴും പറയും സാഹചര്യമാണെന്ന്. സാഹചര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും ആരും ഏറ്റെടുക്കില്ല. നമുക്ക് ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും പിന്നീട് പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം നോക്കായിരുന്നില്ലേ എന്നുള്ളതാ. ഒരു മനുഷ്യനും നമ്മളുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. നമ്മൾ എന്നാണോ നമ്മൾ അംഗീകരിക്കുന്നത്, നമ്മളായിക്കൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നത്, ആ നിമിഷം മുതലാണ് നമ്മുടെ ലൈഫിൽ ഗ്രോത്ത്, ഹാപ്പിനെസ് എല്ലാം ഉണ്ടാവുള്ളൂ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സമാധാനം എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സമാധാനത്തോടു കൂടി ജീവിക്കുക, സമാധാനത്തോടു കൂടി ഉറങ്ങുക, ഉള്ള ഭക്ഷണം നല്ലപോലെ കഴിക്കുക, ചുറ്റുമുള്ളവരൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. ഓക്കെ, യെസ്. ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് ആ പേപ്പറിൽ തന്നെ എഴുതി വെക്കാം. 2027 ഓഗസ്റ്റ് 10-ാം തീയതി നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം? ഇപ്പൊ തന്നെ എഴുതണം കേട്ടോ. മറ്റൊരു സമയത്തോട്ട് മാറ്റി വെക്കണ്ട. കാരണം നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് നല്ല മടിയാ. എസ്പെഷ്യലി നമ്മുടെ ബ്രെയിനും മടിയാ. ഇപ്പോൾ തന്നെ എഴുതാം. 2027 ഓഗസ്റ്റ് 10-ാം തീയതി എന്റെ ഹെൽത്ത് ഇങ്ങനെ തന്നെയാണോ വേണ്ടത്? എങ്ങനെ ആയിരിക്കണം എന്ന് എഴുതാം. അതിനുശേഷം റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ എഴുതാം. നിങ്ങളുടെ ബന്ധങ്ങൾ, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം? കരിയറിനെ കുറിച്ച് എഴുതാം. ഇപ്പോ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബക്കാരെ മാത്രമല്ല, നമ്മൾ ജോലി സ്ഥലത്ത് ജോലി എടുക്കുന്ന ആളുകളെ ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ഒരു ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ എൻ്റെ ഒരു സോൾ മാസ്റ്ററി എന്നുള്ള ഒരു സെഷനിൽ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു എനിക്ക്. അവരുടെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ അവരൊരു ടീച്ചറാണ്. അവരുടെ ഒരു സ്റ്റുഡന്റിനെ കൊണ്ട് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു അവർക്ക്. സ്റ്റുഡന്റ് കുറച്ച് ഹൈപ്പർ ആണെന്ന് മാത്രമല്ല, ആ കുട്ടി കാരണം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആ കുട്ടി കാരണം മാത്രല്ല, ആ കുട്ടിയുടെ പാരന്റ് കാരണം. അപ്പൊ ഇവർക്ക് വളരെയധികം എക്സോസ്റ്റഡ് ആയിരുന്നു ഇവര്. അപ്പോ പിന്നീട് അവർക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഇവര് തെറാപ്പിയും കാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങി. മെന്റലി ആ കുട്ടിയെ സ്നേഹിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇറക്കി വെച്ചപ്പോ അവരുടെ ഫാദറിന് ട്രാൻസ്ഫർ ആയിട്ട് ആ കുട്ടിയും ഇവരും കൂടി മറ്റൊരു സ്കൂളിലോട്ട് പോയി. ഓക്കെ, അപ്പോ ഈ വർക്ക് പ്ലേസിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ എവിടെയാണോ സ്പെൻഡ് ചെയ്യുന്ന ആ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്തെ കൾച്ചർ, അവിടുത്തെ ഹാപ്പിനെസ് അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രഗിളും ഒക്കെ നമ്മുടെ ലൈഫിന് കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത്. നാളെ ജോലിക്ക് പോകണമെങ്കിൽ ഇന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ ടെൻഷനോ, ഓ നാളെ രാവിലെ ഇതൊക്കെ ചെയ്യണ്ടേ, ബോസ് എന്താ പറയുന്നുണ്ടായിരിക്കും, എനിക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മള് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴോ കരിയർ എന്ന് പറയുമ്പോഴോ ഒക്കെ ഇതൊക്കെ ഒരു മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇവിടെ എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. അവർ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ സാലറി ഉള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ ജോലി ഭയങ്കര ടെൻഷനാണ്. അവർക്ക് ഈ മിഷനറീസിന്റെ ഓപ്പറേഷനൊക്കെയാണ്. ആ മിഷനറീസ് നിന്ന് പോകാൻ പാടില്ല. അപ്പോൾ വലിയ പ്രോബ്ലമാണ്. ഇതുവരെ നിന്നിട്ടില്ല, പക്ഷെ 2 വർഷമായിട്ട് ആള് സമാധാനമായിട്ട് ഉറങ്ങുന്നില്ല. നിൽക്കുമോ എന്നുള്ള ഭയം. ഓക്കെ. അപ്പൊ ഫ്രീ ടൈം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഭയങ്കര ആങ്സൈറ്റി കൂടി ജീവിതത്തിനോടൊരു മരവിപ്പായി തുടങ്ങി. ക്ലിയർ? അപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 2027 ഓഗസ്റ്റ് 10-ാം തീയതി നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ബന്ധങ്ങള്, നിങ്ങളുടെ കരിയർ, നിങ്ങൾക്ക് എത്ര പണം സമ്പാദിക്കണം, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഒന്ന് നോട്ട് ചെയ്തേ. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയാം ട്ടോ.
നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഗിൽറ്റ് തോന്നിയിട്ടുണ്ടോ? അത് ചെയ്യേണ്ടിയിരുന്നില്ല. അവരുടെ വാക്ക് കേട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോഴത്തെ ആവേശത്തിൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പിന്നീട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഗിൽറ്റ്, കുറ്റബോധം. അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ചതിച്ചു. അവരെ വിശ്വസിച്ച് അവർ ചതിച്ചു. ഫൈനാൻഷ്യലി ആകാം, റിലേഷൻഷിപ്പിലാകാം, എല്ലാ രീതിക്കും ആവാം. ഓക്കെ. നമ്മൾ എപ്പോഴാണ് മറ്റുള്ളവരെ കണ്ണും അടച്ച് വിശ്വസിക്കുന്നതെന്ന് അറിയോ? നമുക്ക് സെൽഫ് അവയർനെസ് ഇല്ലാത്തപ്പോ. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യം ഇല്ലാത്തപ്പോഴാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കണ്ണും അടച്ച് വിശ്വസിക്കുന്നത്. എന്നിട്ട് കുറെ ട്രാപ്പുകളിൽ പോയി പെടും. എന്നിട്ട് പ്രോബ്ലംസ് ആവും. ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? അതല്ല, എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? വിയോജിപ്പുണ്ടെങ്കിലും പറയാട്ടോ. നോ ഇഷ്യൂ. എന്തെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ വാക്ക് കേട്ടിട്ട് ഒരു പ്രോബ്ലം വന്നു. എന്തിനായിരുന്നു ഞാനത് ചെയ്തത്? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നല് നിങ്ങൾക്കുണ്ടോ? ഗിൽറ്റി എന്നാണ് അതിന് പറയാട്ടോ. ഗിൽറ്റ്, കുറ്റബോധം. കുറ്റബോധം നമ്മളുടെ നെഞ്ചില് അല്ലെങ്കിൽ ഹൃദയത്തിൽ, ഇനി എവിടെയാണെങ്കിലും മനസ്സിലാണെങ്കിലും അവിടെയുള്ള സമയത്തോളം നമുക്ക് നമ്മളെ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ പറ്റില്ല. പറ്റില്ല എന്നല്ല, അതിനൊരു പരിധി ഉണ്ടായിരിക്കും. നമുക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. നമുക്ക് എപ്പോഴാ കോൺഫിഡൻസ് കുറയുന്നതെന്ന് അറിയാം? നമുക്ക് അപ്രീസിയേഷൻ കിട്ടാതെ ഇരിക്കുമ്പോ. മറ്റൊരു കാര്യം, നമുക്ക് കുറ്റബോധം ഉണ്ടാകുമ്പോ. ഓക്കെ. അപ്രീസിയേഷൻ കിട്ടാതിരിക്കുമ്പോൾ, കുറ്റബോധം ഉണ്ടാകുമ്പോൾ, നമുക്ക് നമ്മിൽ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ പറ്റുക. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ആരോഗ്യത്തിന് ദോഷകരമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട് ആരോഗ്യത്തിനോട്? എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു കാര്യമാണ് പഞ്ചസാര കഴിക്കുന്നത്. നമുക്ക് അത് അറിയാം വൈറ്റ് പോയിസൺ ആണ് എന്നുള്ളത്. പക്ഷെ നമ്മളത് കഴിച്ച് കഴിച്ച് ശീലമായതുകൊണ്ട് നമ്മളത് പിന്നെയും പിന്നെയും കഴിക്കുന്നു. മറ്റൊരു കാര്യം, ഇപ്പോ ലൈക്ക് ആൽക്കഹോള് യൂസ് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം. പക്ഷെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് നിർത്താൻ സാധിക്കില്ല. അവരെ നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവരുടെ നെർവ് സിസ്റ്റം അതില് സെറ്റായി കഴിഞ്ഞു. പിന്നെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുക. ക്ലിയർ? അപ്പൊ അതുപോലെ ഒന്ന് ചിന്തിച്ചേ. ഒന്ന് സെൽഫ് അവയർനെസ്സിലേക്ക് വന്നേ. എനിക്ക് വേണ്ടാത്ത കാര്യം പക്ഷെ ഞാനത് ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചേ. പറയൂ. ആരെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ, മോളെ സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ട്. അതൊന്ന് ഓഫ് ചെയ്യണം കേട്ടോ. കുഞ്ഞിപ്പ സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ട്. അതൊന്ന് ഓഫ് ചെയ്താൽ മതി. ഓക്കെ. യെസ്. ഇന്ന് എന്താണ് ഇത്ര നേരം കൊണ്ട് നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് അതൊന്ന് പെട്ടെന്നൊന്ന് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടെ. അതായത് ഇനി കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് ഹെൽത്തി അല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലൈക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ, എണ്ണ പലഹാരങ്ങൾ നമുക്ക് നല്ല ഇഷ്ടമാണ്, അത് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്കറിയാം അത് മോശമാണെന്ന്. അത് നിങ്ങൾക്ക് അതിന്റെ ക്വാണ്ടിറ്റി കുറക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതൊരു സെൽഫ് അവയർനെസ്സിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അതായത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇനി മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ആഡ് ചെയ്യുക. അത് ഏതായിരിക്കും? നേരത്തെ ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് കഴിക്കുന്നത്, കുറച്ചു നേരം കുറച്ചു നേരം നടക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും രണ്ട് കാര്യം നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കണം. രണ്ട് കാര്യം ഇപ്പൊ തന്നെ ബുക്കിൽ എഴുതി വെക്കാം. രണ്ട് കാര്യം തീരുമാനം എടുക്കുക, ഇപ്പൊ തന്നെ എഴുതി വെക്കാം. എഴുതി വെക്കാൻ പറയുന്നത് ബ്രെയിൻ പാറ്റേണിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആർക്കാണ് ധൈര്യമുള്ളത് അതൊന്ന് തുറന്നു പറയാന്? ഞാൻ ഇങ്ങനെയാണ് തീരുമാനം എടുത്തിട്ടുള്ളതെന്ന്, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാനും.
നമ്മൾ ഈ സെഷനിൽ ഇരുന്നിട്ട് മാത്രം കാര്യമില്ല. എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന് റിസൾട്ട് കിട്ടുള്ളൂ ട്ടോ. എസ് എം പറയൂ, എന്താണ് ഇപ്പൊ എടുത്ത തീരുമാനം? ഹലോ, പറയൂ. ഇപ്പൊ എടുത്തതിലിപ്പം മാഡം പറഞ്ഞ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് നൈറ്റ് ആണ് ഡ്യൂട്ടി. അപ്പൊ നേരത്തെ കിടന്ന് ഉറങ്ങൽ നടക്കില്ല. പിന്നെ എന്നാലും പോയിട്ട് പെട്ടെന്ന് ഉറങ്ങാൻ നോക്കലുണ്ട്. പിന്നെ എടുത്ത തീരുമാനം റീഡിംഗ് ആണ്. ഇപ്പൊ ഞാൻ വിദേശത്താണുള്ളത്. അപ്പൊ നമുക്ക് ബുക്ക് കിട്ടൂല ഇവിടെ. അപ്പൊ പുസ്തകം വെച്ചുള്ള വായന നടക്കില്ല. ഇപ്പം എന്നാലും ഞാൻ പരമാവധി ഒപ്പിക്കാൻ നോക്കൂ. കിട്ടുന്നത് വെച്ചിട്ട് മൊബൈലിൽ കൂടി തന്നെ റീഡിംഗ് ആണ്. അപ്പം റീഡിങ്ങിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. വാക്കിംഗ് ഒക്കെ ഏകദേശം ഞാൻ നടത്തലുണ്ട് ഡെയിലി. അതൊക്കെ പിന്നെ ഹെൽത്തി ഫുഡ്, പിന്നെ ഗൾഫിലൊക്കെ നമുക്ക് നാട്ടിലെ മാതിരി എത്ര നല്ല ഹെൽത്തി കിട്ടത്തില്ല. കിട്ടുന്നതിൽ ബെറ്റർ ആയത് തേടി പിടിച്ച് കഴിക്കലുണ്ട്. ഓക്കെ, പിന്നെ ഗ്രേറ്റ്. തിങ്കിങ്ങില് വ്യത്യാസം വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. മൈൻഡില് നമ്മളിപ്പോ വെറുതെ അനാവശ്യമായി ചിന്തിച്ചു കൂട്ടുന്നത് നമ്മൾ ഹെൽത്തി അല്ലല്ലോ. അപ്പൊ ഹെൽത്തിൽ തിങ്കിങ്ങിൽ ഒരു ബെറ്റർനെസ്സും പിന്നെ റീഡിംഗും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വാവ്, സൂപ്പർ സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും താങ്ക് യു. മനസ്സുകൊണ്ട് കൺഗ്രാറ്റുലേഷൻ പറയുക. കാരണം ഒരു നല്ല ഡിസിഷൻ എടുക്കുമ്പോൾ അത് ബ്ലസ് ചെയ്യാൻ കുറച്ച് ആളുകൾ കൂടെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. ഇപ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെന്റൽ ഹെൽത്ത് കൂടി ചേർന്നതാണ് നമ്മുടെ ഹെൽത്ത്. മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കൂടി ചേർന്നതാണ് നമ്മുടെ ഓവറോൾ ഹെൽത്ത്. അപ്പോൾ റീഡിങ് ഒരു നല്ല ഹാബിറ്റ് ആണ് കേട്ടോ. യെസ്. ഇനി ആരാ ഡിസിഷൻ എടുത്തിട്ടുള്ളത്? ഇവിടെ കുറേ പേരുണ്ട്, പക്ഷെ എനിക്ക് ആക്റ്റീവ് ആണോ എന്ന് അറിയാത്തതുകൊണ്ടാണ് വിളിക്കാത്തത് കേട്ടോ. യെസ്, വിവോ. വിവോ ആരാ? ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അൺമ്യൂട്ട് ചെയ്യോ? ഈ മൈക്ക് ഓൺ ചെയ്താലേ സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്ക്രീനിന്റെ താഴെ ഈ അറ്റത്തൊരു മൈക്ക് ഉണ്ടായിരിക്കും, അത് ഓൺ ചെയ്യാം. ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിന്റെ താഴെ ജസ്റ്റ് സ്ക്രീനിൽ ടച്ച് ചെയ്താൽ താഴെ ഒരു ബാർ ഉണ്ടായിരിക്കും. യെസ് യെസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, പറഞ്ഞോളൂ. ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എന്താ പേര്? എന്റെ പേര് അഫ്സൽ എന്നാണ്. ഞാൻ തൊടുപുഴയിലാണ് താമസിക്കുന്നത്. അതെല്ലേ, എന്താ ചെയ്യുന്നേ? ഞാൻ ഡ്രൈവറാണ്. ഓക്കെ, ഗ്രേറ്റ്. ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോ? തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ മേഡത്തിന്റെ ഈ ക്ലാസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഓക്കെ. ഒരു ഇതിലാണ് ഞാൻ ഈ സൂമിൽ വന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒന്ന് പഠിക്കണം. അതായത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ലൊരു ഗുണമല്ലേ. ഹാപ്പിനെസ് എന്ന് പറയുന്നത് പഠിച്ച് നമ്മുടെ ലൈഫിൽ എടുക്കാൻ പറ്റൂ കേട്ടോ. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ നിന്നോ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും ഇത് പഠിപ്പിച്ചു തരാനുള്ള ഒരു അവസരം അവർക്കും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ നമ്മളെ പറ്റിയിട്ട് സെൽഫ് അവയർനെസ് ഉണ്ടായാലാണ് അതിൽ നിന്ന് ഹാപ്പിനെസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? എന്റെ ഞാനിപ്പോ ഓൾറെഡി പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടെ ഇത് ആരോട് സംസാരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വലിയ ബുദ്ധിമുട്ടാണ്. അത് പിന്നെ റിലേഷൻഷിപ്പിന് പ്രോബ്ലം ആവൂലേ? അതെ അതെ. ഓക്കെ, നോ ഇഷ്യൂ. അപ്പം എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? തീരുമാനം എടുത്തു പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവുകൾ വന്നിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് തരണം ചെയ്യണം. യെസ് യെസ്. നെഗറ്റീവ് വന്നിട്ടുണ്ട്, അതിനെ തരണം ചെയ്യണം. കൺഗ്രാറ്റുലേഷൻ. നമ്മളെ പ്രോബ്ലത്തെ താങ്ക് യു. എല്ലാ ആഴ്ചയിലും മൺഡേയിൽ നമ്മുടെ സെഷൻ ഉണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് പതിയെ പതിയെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ നെഗറ്റീവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. ഞാനെല്ലാം തികഞ്ഞൊരു വ്യക്തിയാണ്, നെഗറ്റീവിന് മുകളിൽ ഒരു ബ്ലാങ്കറ്റ് ഇട്ടിട്ട് ഞാൻ അടിപൊളിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ലൈഫിലാണ് ഒരുപാട് പ്രോബ്ലംസ് വരിക. നമ്മളുടെ ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതെനിക്ക് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു അവയർനെസ് ഉണ്ടാവുമ്പോൾ തന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് വരും കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. യെസ്. ഇനി ആരാണ് ഒരു ഇൻസൈറ്റ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ പറയുന്ന? ഈ ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. നെഗറ്റീവ് ഉണ്ടെന്ന് അറിയാം. ഓക്കെ, നെഗറ്റീവിനൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടണ്ടേ? എവിടെ നിന്ന് എത്തിയാൽ മതിയോ?
ഞാനൊരു കാര്യം പറയാം. ഹാപ്പിനെസ് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പഠിക്കാൻ പറ്റും. ഹാപ്പിനെസ് എന്ന് വെച്ചാൽ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ലോകത്ത് പല യുദ്ധങ്ങൾ നടക്കുന്ന സമയത്താണോ സൈന്യങ്ങൾ പ്രാക്ടീസിന് പോവാ? അല്ലല്ലോ. യുദ്ധം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ശത്രുവിനെ സംഹാരമാക്കാനുള്ള എല്ലാ എക്യുപ്മെന്റ്സും എടുത്തിട്ട് നമ്മൾ പോവല്ലേ, പ്രിപ്പയർഡ് ആണ്. ഓക്കെ, അതുപോലെയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാപ്പിനെസ്സിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ പെയിൻ ഉണ്ടാകുന്ന കാര്യങ്ങളെ ആദ്യമേ തന്നെ സെൽഫ് അവയർനെസ്സിലൂടെ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ അയൽപ്പക്കത്തെ രാജ്യത്തെ ഉപദ്രവിക്കാനല്ല പോകുന്നത്. സ്വന്തം രാജ്യം മറ്റൊരാൾ ആക്രമിക്കാതിരിക്കാനും സ്വന്തം രാജ്യം മറ്റൊരാൾ കടന്നു കയറാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു പഠനെ പോലെ നമ്മളെ മെന്റൽ ഹെൽത്തിനെ, ഫിസിക്കൽ ഹെൽത്തിനെ, റിലേഷൻഷിപ്പിനെ, കരിയറിനെ, എല്ലാത്തിനെയും ഒരു എന്താ പറയുക സെൽഫ് അവയർനെസ്സിലൂടെ ആദ്യം കണ്ടെത്തുക. എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന്. എവിടെയാണ് നിൽക്കുന്നത് എന്ന് കണ്ടാലാണ് അവിടുന്ന് എത്ര ദൂരം സഞ്ചരിക്കേണ്ടത് എന്ന് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങളോട് ഇന്ന് പറയണം, കഴിഞ്ഞ ദിവസം ഓവർ തിങ്കിങ്ങിന്റെ സെഷൻ ആയിട്ട് ഇന്ന് സെൽഫ് അവയർനെസ് ആണ്. നിങ്ങൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ? ചാലഞ്ചസ് എന്താണ് എന്ന് കണ്ടുപിടിച്ചോ? അപ്പോൾ ഇവൻ നെഗറ്റീവ് ഉണ്ടായിക്കോട്ടെ, എന്തുണ്ടായാലും അത് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. എന്താണ് യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടത്? എല്ലാവർക്കും സന്തോഷിക്കണം. സന്തോഷം എന്ന് പറയുന്നത് വെറുതെ ഒരാൾ കൊണ്ടുവന്ന് തരില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മളെങ്ങനെ മാത്സ് പഠിച്ചേ? നമ്മളെങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചേ? അത് പഠിച്ച് 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 ഇപ്പൊ നമുക്ക് മനക്കണക്ക് പോലെ ബൈഹാർട്ടായി പല കാര്യങ്ങളും. അതുപോലെ തന്നെയാണ് നമ്മളെ പറ്റി, മനുഷ്യനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ, ചുറ്റുമുള്ളവരെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളെ മനസ്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കുന്ന കാര്യത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈ ചിന്തിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് ആവശ്യമുള്ളതാണോ? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ നേരം ചിന്തിക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അതിപ്പോ എന്ത് ഡിസ്കഷൻ പുറത്തുനിന്ന് വരികയാണെങ്കിലും അതൊന്നും ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളതാവില്ല. പക്ഷെ നമ്മളുടെ ബ്രെയിൻ വെറുതെ അത് ചിന്തിച്ച് 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 ആ എനർജി ഒക്കെ കളയും. പക്ഷെ അവിടെയാണ് ഒരു സെൽഫ് അവയർനെസ് നമുക്ക് വേണ്ടത്. ബ്രെയിനിനെ നമ്മളൊരു നെക്സ്റ്റ് പോസിറ്റീവ് പാറ്റേണിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് വേണ്ടി ചിന്തിക്കാൻ പറ്റും. അതാണ് 2027 ഓഗസ്റ്റ് 10 നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ വേണം. അതായത് വെയിറ്റ് ഇപ്പൊ ഹെൽത്തി വെയിറ്റ് ആയിട്ടിരിക്കണം, എനിക്ക് നല്ല മുടി വേണം, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ ഓവർകം ചെയ്യണം. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് കാണുക. നമ്മൾ 2027 എങ്ങനെയാണ്, എവിടെയാണ് ഉള്ളത്. അത് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സമാധാനം കിട്ടുന്ന ഒരു വലിയൊരു ഘടകമാണത്. അപ്പൊ അത് ബ്രേക്ക് ആവുന്നത് എവിടെയാണ്? അത് ബ്രേക്ക് ആവുന്നുണ്ട് എങ്കിൽ അതെങ്ങനെ ഓവർകം ചെയ്യാം? അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മെന്റലി ഫിറ്റ് ആകാൻ നമുക്ക് പറ്റാം? മറ്റൊരു കാര്യം, ഇപ്പൊ കരിയർ ആയിക്കോട്ടെ, മണി റിലേറ്റഡ് ആയ കാര്യങ്ങളായിക്കോട്ടെ, നമുക്കിത് മനസ്സിലാവണം ഏത് ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഉള്ളതെന്ന്. അപ്പോ സെൽഫ് അവയർനെസ് എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് എല്ലാ രീതിയിലും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് സെൽഫ് അവയർനെസ്. ഓക്കെ, സെൽഫിനെ കുറിച്ച് നമ്മൾ അവെയർ ആകുക. ഒരുപാട് ഒരുപാട് ഭാഗങ്ങളുണ്ട് ഇതിനെ പറ്റി പഠിക്കാം. പക്ഷെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾ ഇതുവരെ പോയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ്, അതൊക്കെ ശരിക്കും നല്ലതായിരുന്നോ? ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ വീഴ്ചകളിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ എന്താണ്? ഇനി അത് സംഭവിക്കാതിരിക്കാൻ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യണം? ആരും നമ്മളെ കെയർ ചെയ്യില്ല, നമ്മളാണ് കെയർ ചെയ്യേണ്ടത്. നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് നോക്കി നോക്കും, ഒരുപാട് പേര്, നാട്ടുകാർ വരെ നമ്മളോട് വന്നിട്ട് ചോദ്യം ചോദിക്കും, എന്തിനാ അങ്ങനെ ചെയ്ത്, വെറുതെ ഉപദേശിക്കും. ഒരു മനുഷ്യനും ഉണ്ടാവില്ല നമുക്കൊരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ തീരുമാനങ്ങൾ ശരിയാണ്, സക്സസ് ആയാൽ മാത്രമേ ആളുകൾ വരുള്ളൂ. സക്സസ് ആവുന്നവരെ എത്ര തവണ ട്രൈ ചെയ്യുമ്പോഴും കൂടെയുള്ള ആളുകൾ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ സക്സസ് ആയി കഴിഞ്ഞാല് കൂടെ ആള് നിൽക്കാനുണ്ടായിരിക്കും. ഇല്ലേ? നമ്മുടെ സ്റ്റോറിയൊക്കെ അങ്ങനെയല്ലേ? നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. പക്ഷെ വിജയത്തിൽ നിന്നിട്ട് നമ്മളുടെ കഥ പറയുമ്പോഴാണ് എല്ലാവരും അംഗീകരിക്കുള്ളൂ. ഇപ്പൊ യൂസഫ് അലി സർ, ഏതൊരു ഏതൊരു നമുക്ക് പ്രൗഡ് ആയിട്ടുള്ള ഏത് ലീഡേഴ്സിനെ എടുത്താലും അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ജീവിതം ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? ചലഞ്ചസ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ അവരുടെ ചരിത്രം പോലെ അവരുടെ ലൈഫ് എടുത്ത് പഠിക്കുകയാണ്.
ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ സക്സസ് ആയവരുടെ ചലഞ്ചസ് മാത്രം കേൾക്കാനാണ് ആളുകൾ ഉണ്ടാവുള്ളൂ. കാരണം എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. സക്സസ് ആയി കഴിഞ്ഞാൽ കഥ കേൾക്കാൻ ആളുകൾ ഉണ്ടാവും, അപ്രീഷിയേറ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരിക്കും, കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. അല്ലാത്ത സമയം അവർ ചെയ്യുന്ന എന്താ പറയാ ആ, തെറ്റുകളുടെ റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ആക്കി മാറ്റും. പലയിടത്തും, ജോലി സ്ഥലത്തായിക്കോട്ടെ, ബന്ധങ്ങളിലായിക്കോട്ടെ, എല്ലായിടത്തും. ക്ലിയർ? ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ വേണ്ട ഒരു കാര്യം സെൽഫ് അവയർനെസ്. നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പഠിക്കാൻ അല്ല മാഡം, ഒരു തയ്യാറാണോ? ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ മാഡം? ആ, തീർച്ചയായിട്ടും. ചോദിച്ചു പറഞ്ഞാൽ, അതായത് ഒരു മനുഷ്യന് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ കഴിയും? ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നമ്മൾ സന്തോഷം മാത്രമായിട്ട് ഒരു ജീവിതമല്ല. വിഷമം ഉണ്ടായിരിക്കും, സങ്കടം ഉണ്ടായിരിക്കും, ദേഷ്യം ഉണ്ടായിരിക്കും, കോപം ഉണ്ടായിരിക്കും, വെറുപ്പുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതിനൊക്കെ ഉണ്ടായിരുന്നാലും അതിന്റെ കൂട്ടത്തിൽ ഏവറേജ് എബോ നമ്മളുടെ സന്തോഷം കൂടെ വേണം. ഓക്കെ, ഇതെല്ലാം ഉണ്ടായിരിക്കും. ദേഷ്യപ്പെടാത്ത ഒരാൾ എന്തിനാ പറ്റുക? എവിടെ അവര് നല്ലൊരു ലീഡർ ആവുക? എവിടെ അവര് വിജയിക്കുക? ആവശ്യത്തിന് ദേഷ്യപ്പെടണം. അത് നല്ലൊരു ഇമോഷനാണ്. ഓക്കെ, ദേഷ്യം ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. ആവശ്യത്തിൽ കൂടുതലാവുമ്പോഴാണ് പ്രോബ്ലം ഉള്ളത്. അല്ല മാഡം, അപ്പം ഇമോഷനെ കൺട്രോൾ ചെയ്യാനല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ഇമോഷനെ കൺട്രോൾ ചെയ്യണം. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു മനുഷ്യന് ഇഷ്ടാവോ? ഇല്ല, ഇല്ല. ദേഷ്യം, വിഷമം, സങ്കടം, സന്തോഷം എല്ലാം നമ്മളുടെ ഇമോഷനാണ്. അതാണ് പറഞ്ഞത്, ഇതെല്ലാം ഇമോഷനാണ്. ഇതിനെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് സഹിക്കല്ല. സഹിക്കുക എന്ന് പറയുമ്പോൾ ഇത് കുറയില്ല, നെഞ്ഞിന്റെ ഉള്ളിൽ അങ്ങോട്ട് അമർത്തി വെക്കും, മൂടി വെക്കും. അത് ഇറക്കി അപ്പൊ തന്നെ കളയാൻ നമുക്ക് അറിയില്ല, പലർക്കും അറിയില്ല. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാല് സപ്രസ് ചെയ്യുക എന്നുള്ളതല്ല അർത്ഥം, വിട്ടുകൊടുക്കുക എന്നുള്ളതുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? അത് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഏതൊരു ഇമോഷനും, നെഗറ്റീവ് ഇമോഷനും 90 സെക്കൻഡ് മാത്രമേ നമ്മളുടെ ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ഇന്നാലും അവരെങ്ങനെ ചെയ്ത് ഇങ്ങനെ ആയി, ഇങ്ങനെ ആയി. കാരണം നമ്മുടെ ബ്രെയിൻ എപ്പോഴും നെഗറ്റീവ് ആണ് അട്രാക്ട് ചെയ്യുക. അപ്പൊ ഈ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ സെൽഫ് അവയർനെസ് കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാവും എന്താണ് എനിക്ക് ഇത്ര ടെൻഷൻ, എന്താണ് എനിക്ക് ഇത്ര വിഷമം. അപ്പൊ ഈ വേണ്ടാത്ത ഓവറായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാം, ഇറക്കി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റും. ഹാപ്പിനെസ് എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിഷമം, പ്രയാസങ്ങളൊക്കെ സൊസൈറ്റി നമുക്ക് തന്നോളും. പക്ഷെ ഹാപ്പിനെസ് എന്നുള്ളത് നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ എൻ്റെ ലൈഫ് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എവിടെയെങ്കിലും ഒരു പ്രശ്നമുള്ളതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കുമോ, അതായത് ഓവർ തിങ്കിങ്. ഞാൻ ഇങ്ങോട്ട് പോയാൽ ഇവര് പ്രശ്നം ഉണ്ടാക്കുമോ, അവരത് വിചാരിക്കും, ഇത് വിചാരിക്കും. ലൈഫിൽ ഇപ്പൊ ഒരു പ്രശ്നവുമില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് എന്റെ സമാധാനം കളയാണ്. ഇത് കൂട്ടത്തിൽ എന്റെ മക്കളെയും ഹസ്ബൻഡിനെയും കൂടെ കുടുംബക്കാരെയും ഒക്കെ ഞാനിതിങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവർക്ക് കൂടെ ഇത് നെഗറ്റീവ് ട്രാൻസ്ഫോം ആവും. ഇല്ലേ? ചില കുട്ടികളൊക്കെ കണ്ടില്ലേ, അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട, ഒരു ഉമ്മ അങ്ങനെ ഭയപ്പെടുത്തുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഒരു ആക്ഷൻ എടുക്കാനും പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം നല്ല ഇമോഷനാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഹാപ്പിനെസ് കൂടെ വേണം. നമുക്ക് നെഗറ്റീവ് ഇമോഷൻ കൂടുതലായിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ട്രിഗർ ചെയ്യാത്ത രീതിയിൽ, അത് നെഗറ്റീവ് ആണ് എങ്കിൽ അതിനെ പറ്റി പഠിക്കണം. അതിന്റെ ഇന്റൻസിറ്റി കുറച്ച് കൊണ്ടുവരണം. അതായത് ഇപ്പൊ ദേഷ്യം എന്നുള്ളൊരു ഇമോഷൻ എടുക്കാം. ഓക്കെ, അതിനിപ്പോ 10ൽ 9 ആണ്, ആരെ കണ്ടാലും ദേഷ്യം വരും. ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ഹോൺ അടിച്ചിട്ട് എല്ലാവരോടും ദേഷ്യപ്പെടുക. എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരിക. ഇത് ഓവർ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇത് എല്ലാത്തിനെയും ബാധിക്കും, റിലേഷൻഷിപ്പിനെയും കരിയറിനെയും എല്ലാത്തിനെയും ബാധിക്കും. കാരണം അവര് എക്സോസ്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി 0 to 10ൽ 9 ആണ് അവരുടെ ദേഷ്യത്തിന്റെ ഇന്റൻസിറ്റി സ്കെയിൽ എന്ന് വിചാരിക്കുക. അത് പതിയെ കുറച്ച് 5ന് താഴെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ ഇപ്പുറത്ത് സ്വാഭാവികമായിട്ടും സമാധാനം, സന്തോഷത്തിന്റെ ഒക്കെ സ്റ്റേജ് കൂടി വരും. ക്ലിയർ? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു സമയം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമോഷൻ നിങ്ങൾക്ക് എന്താണ്?
സമാധാനാണോ, ദേഷ്യാണോ, സങ്കടാണോ, കുറ്റബോധാണോ, ടെൻഷനാണോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. സന്തോഷത്തിനെ മാത്രം ഒരു ഭാഗത്ത് മാറ്റി നിർത്തി ബാക്കിയുള്ളതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഏതാണ് കൂടുതലുള്ളത്? എ സന്തോഷം, ബി ബാക്കിയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ എന്ന് കരുതുക. ഓക്കെ, എ ആണോ ബി ആണോ നിങ്ങൾക്ക് കൂടുതലുള്ളത്? ടെൻഷനാണ് കൂടുതലുള്ളത്. ടെൻഷനാണ്, അതായത് നെഗറ്റീവ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, ഇത് ഇന്നിപ്പോ 10ല് 10 കരുതുക, നാളെ 10ല് 9, മറ്റന്നാൾ 10ല് 8. ഇങ്ങനെ ഒരു ഇന്റൻസിറ്റിയാണ്. പക്ഷെ 5ന് താഴേക്ക് അതിനെ കൊണ്ടുവരണം. ചിന്തിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നങ്ങളുണ്ടോ എന്ന് ആലോചിക്കുക. എന്തിനാണ് ഓവർ തിങ്ക് ആയി ഞാൻ ചിന്തിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്ത് പോകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ എനർജി, എന്റെ സമയം ഒക്കെ ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി ആ ചിന്ത മാറ്റി കൊടുക്കണം. അങ്ങനെ കുറച്ച് പ്രോസസ് ഉണ്ട്. നമുക്കിപ്പോ 1 മണിക്കൂറാണ് സെഷൻ ഉള്ളത് എങ്കിലൊരു ഞാൻ ചോദിക്കട്ടെ, യെസ്. ഈ ചിന്തകൾ എങ്ങനെ നമ്മൾ മാറ്റിക്കളയുന്നത്? ചിന്തകൾ മാറ്റിക്കളയാന്ന് വെച്ചാല് ലൈക്ക് നമുക്കിപ്പോ ഒരു ദേഷ്യം വന്നെന്ന് വിചാരിക്കാം. ദേഷ്യം ചില ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും എന്ത് ചിന്തയാണ് പെട്ടെന്ന് മാറ്റേണ്ടതെന്ന്? അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ, ഒരു ഡൗട്ട് ഉള്ള ഒരു കാര്യം. അതായത് ഞാനിപ്പോ ഒരു കടയിലേക്ക് പോകുന്ന ഓർക്കുക. ആ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു പേടി, നെഗറ്റീവ് ഞാൻ ചിന്തിക്കും. എന്നിട്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ കേട്ടോ. ഓക്കെ, അത് ഞാൻ പറയട്ടെ. ഇനി എന്തെങ്കിലും പറയണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഇമോഷനാണ്? ഫിയർ അല്ലേ? ഫിയർ, ഭയം. ഭയം. ഭയം, ഭയമുണ്ട്. ആ ഭയമുണ്ട്. പിന്നെന്താ ഉള്ളെ? പിന്നെ ഭയം. ഓക്കെ. ഭയാണ്. ഓക്കെ, ഭയാണ് ഉള്ളത്. അതായത് പുറത്തേക്ക് ഇറങ്ങാൻ അതായത് ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി. ഈ ഭയം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ലൈഫിൽ ഉണ്ടാകുന്നതെന്ന് അറിയോ? നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും, അതിനൊക്കെ ഈ ഭയം ബ്ലോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഈ ഭയം നമ്മൾ മറ്റുള്ള കുട്ടികളോടും കൂടെ പറയും, മോനെ ശ്രദ്ധിച്ച് പോണോട്ടാ, അല്ലെങ്കിൽ എന്തെങ്കിലും വരുവാണ് അവന്റെ കുട്ടിക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ കുട്ടിക്കും ഈ ഭയം ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മള് ഭയം ഭയം എന്ന് പറയുമ്പോൾ കൂടെ ഭയമില്ലാത്ത ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ കളിയാക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വരും. ഇതിൽ മനസ്സിലാക്കേണ്ടത് 2 രീതിക്കാണ് അത് സംഭവിക്കുക. ഒന്ന്, നമുക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ഭയം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അതൊരു ട്രോമ ആയിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ഒരു ഭയം ഉണ്ടായിരിക്കും. അതായത് പെട്ടെന്ന് എന്തെങ്കിലും സൗണ്ട് കേട്ടുകയോ ആക്സിഡന്റ് കാണുകയോ എവിടെന്നെങ്കിലും വീഴുകയോ അങ്ങനെ എന്തെങ്കിലും വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ട്, ഇനിയിപ്പോ സിനിമയില് ചെറുപ്പത്തിൽ കണ്ടിട്ട് ഭയപ്പെട്ടാലും മതി, ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള പാറ്റേൺ നമ്മളുടെ ബ്രെയിന് ഒരു ഇൻസിഡന്റ് ആയിട്ട് അവിടെ എടുത്തു വെക്കും. അപ്പൊ പുറത്തു പോവുക എന്ന് പറയുമ്പോൾ ഇനി വണ്ടി വന്ന് ഇടിക്കുക, ഓവർ തിങ്കിങ് ആണ്, നെഗറ്റീവ് ഓവർ തിങ്കിങ് ആണ് വരുന്നത് അവിടെ. ഓക്കെ, പക്ഷേ ഇത് ആദ്യം ഒന്ന് ചിന്തിച്ച് ഇരിക്കാം. എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആക്ഷൻ എഴുതുക. ഞാന് കടയിലോട്ട് പോകും, കടയിലോട്ട് പോയി സാധനങ്ങൾ മേടിച്ചു വരുന്നുണ്ട്, സന്തോഷത്തോടെ വാങ്ങി വന്നു എന്ന് നിങ്ങൾ ഒരു പേപ്പറിൽ ഒരു 10 തവണയെങ്കിലും എഴുതാം. ഓക്കെ, പേപ്പറിൽ എഴുതാം. പോയി ഈ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ സന്തോഷത്തോടെ തിരിച്ചു വന്നു എന്ന്. ബ്രെയിന് ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല. ബ്രെയിനിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ബ്രെയിൻ വിശ്വസിക്കും. നമ്മൾ ഈ പാറ്റേൺ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാല് ആദ്യമുള്ള ഭയല്ലേ, അത് പതിയെ 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 കുറഞ്ഞു വരും. ക്ലിയർ? ഒരുപാട് തവണ നമ്മൾ കടയിൽ പോയിട്ടുണ്ടായിരിക്കും, പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് വെറുതെ ഒരു ചിന്ത നമ്മളെ അലട്ടുന്നതാണ്. നിങ്ങൾക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷനും, ആ റിയാക്ഷൻ ഉണ്ടായപ്പോൾ നിങ്ങൾ അനുഭവിച്ച പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷനും നിങ്ങൾ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ നെഗറ്റീവ് ഇമോഷൻ കുറയൂ കേട്ടോ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും. നമ്മുടെ ഓക്കെ ഓക്കെ, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഇങ്ങനെ കുറക്കാൻ പറ്റും, ഇന്റൻസിറ്റി കുറക്കാൻ പറ്റും. ഇരിക്കും തോറും കൂടും, പക്ഷെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഒരുപാട് തെറാപ്പി, ഹീലിംഗ് ടെക്നിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് റൈറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആ മാറ്റം ഉണ്ടാകുന്നു. നബീല പറയുന്നുണ്ട് മാറ്റം ഉണ്ടാകുന്നു കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? എനിക്ക് നമ്മുടെ ഇന്നത്തെ സെഷന് സെൽഫ് അവയർനെസ് ആണ്. സെൽഫ് അവയർനെസ് എക്സ്പീരിയൻസ് ഉണ്ട് നബീലാക്കുന്ന. വാവ്, കൺഗ്രാറ്റുലേഷൻ നബീല.
ഇന്നത്തെ സെഷന് നമ്മൾ എടുത്ത കാര്യം സെൽഫ് അവയർനെസ് ആണ്. സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ആരോഗ്യം, റിലേഷൻഷിപ്പ്, കരിയർ, വെൽത്ത്, ഇതിനൊക്കെ കൂടി ചിന്തിച്ചിട്ട് ഇതിലിനി എന്ത് മാറ്റം, പോസിറ്റീവ് മാറ്റങ്ങൾ എന്ത് കൊണ്ടുവരണം, നെഗറ്റീവ് മാറ്റങ്ങൾ എനിക്ക് എന്തൊക്കെ ചേഞ്ച് ചെയ്യണം, ഇത് രണ്ടും നിങ്ങൾ തീരുമാനിക്കുക. പതിയെ പതിയെ സ്റ്റെപ്പ് എടുക്കുക. ഈ അറിവ് എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ പോലെയാണ്. കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ടായിരിക്കും. ഇത് എപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നു, അപ്പോൾ മുതൽ അതിന്റെ റിസൾട്ട് നമ്മിൽ കണ്ടുവരും. നമ്മിൽ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് വേറെ എന്തിലും നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. സെൽഫ് അവയർനെസ് എന്നുള്ളൊരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇൻസൈറ്റ് എല്ലാ ദിവസവും നിങ്ങൾ ലൈഫിൽ കൊണ്ട് നടക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ട് എങ്കിൽ നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളെ ഈ ഗ്രൂപ്പിലോട്ട് ക്ഷണിച്ച ആളുകളായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റും നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മൺഡേ ആണ് സെഷൻ ഉള്ളത്. എന്റെ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ താങ്ക് യു. ഐ ലവ് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും സ്നേഹവും സമ്പത്തൊക്കെ നിറഞ്ഞു നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഐ വിഷ് മോർ പവർ ടു യു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. അടുത്ത മൺഡേ ആണ് ഇനി സെഷൻ വരുന്നത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.